മാർക്കറ്റിങ്ങിൽ കാണുന്ന റിസൾട്ടിന്റെ നമ്പർ മാത്രം വിശ്വസിച്ച് പോയി അഡ്മിഷൻ എടുക്കാതിരിക്കുക. മോട്ടിവേഷൻ രണ്ട് തരത്തിലുണ്ട്. ടോക്സിക് മോട്ടിവേഷൻ ഉണ്ട്, ജെനുവിൻ മോട്ടിവേഷൻ. ഇൻ പ്രാക്ടീസ് അതിന് ഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിനെ ബേസ് ചെയ്ത് അവിടെ ടോപ്പേഴ്സ് ആകുന്നവരെ സെപ്പറേറ്റ് ബാച്ച് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഒരു 1 hour ക്ലാസ്സിൽ ഒരു 15 മിനിറ്റ് തമാശ പറഞ്ഞു, 15 മിനിറ്റ് ഒരു മോട്ടിവേഷൻ അടിച്ചു, ബാക്കി അരമണിക്കൂറെ ക്ലാസ് ഉള്ളെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 3 കാറ്റഗറീസിന് ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ്. കാരണം ദേ ആർ മിസ്സിംഗ് ദ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വർഷം നടന്ന എക്സാമിനെ കുറിച്ചും അതുപോലെ അടുത്ത വർഷത്തെ എക്സാമിൽ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വർഷത്തെ പോലെ ഒരു എക്സാമിൽ വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് കോച്ചിങ് സെന്ററിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിന്റെ റോൾ എന്ന് പറയുന്നത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആകുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്ന ടീച്ചേഴ്സ്, നിങ്ങളുടെ റിവിഷൻ പ്ലാനും, ഇതിൻ്റെ എല്ലാം ഒരു വാല്യൂ കുറച്ചും കൂടെ കൂടുകയാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് ഒരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ആ ഒരു പ്രോസസ്സിൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഇതിനെ ഒരു റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് എന്നൊരു ഗെയിം പോലെ ഒരു പോയിന്റ് സിസ്റ്റം ഒക്കെ വെച്ച് ഒന്ന് അവതരിപ്പിക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് നിങ്ങളൊരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട 15 കാര്യങ്ങളുണ്ട്, 15 കാറ്റഗറീസ് ഉണ്ട്. ഈ 15 കാറ്റഗറിയും നമ്മൾ റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് എന്നുള്ള രീതിയിൽ ഒന്ന് അസസ് ചെയ്തിട്ട് ഒരു പോയിന്റ് കൊടുത്ത് ഔട്ട് ഓഫ് 18 എത്ര പോയിന്റ് കിട്ടും എന്ന രീതിയിൽ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഒരു 2-3 കോച്ചിങ് സെന്റേഴ്സിന്റെ ഇടയിൽ കൺഫ്യൂഷനിലാണെങ്കിൽ മേ ബി ഈ ഒരു പോയിന്റ് സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിച്ച് ആ ഒരു ആൻസറിലോട്ട്, ഒരു കറക്റ്റ് ചോയ്സിലോട്ട് എത്താൻ നിങ്ങളെ ഇത് സഹായിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമേ ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യം അവിടെ പഠിച്ച കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. വെറുതെ ഒരാളുടെയോ 2 ആളുടെയോ എടുത്താലും കാര്യമില്ല. നമുക്ക് അത്യാവശ്യം ആത്മാർത്ഥമായി ശ്രമിച്ച് ഈ വർഷം കുറച്ച് നല്ല റിസൾട്ടൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാലാണ് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടുക. ഒരിക്കലും നിങ്ങളൊരു സെന്ററിന്റെ പരസ്യം മാത്രം കണ്ട് അവിടെ പോയി ജോയിൻ ചെയ്യരുത്. ആ പരസ്യത്തിൽ പറയുന്ന പോലെയൊക്കെ തന്നെയാണോ അവിടുത്തെ കാര്യങ്ങൾ എന്ന് ഉറപ്പിക്കണമെങ്കിൽ അവിടെ പഠിച്ച കുട്ടികളോട് തന്നെ അന്വേഷിക്കണം. നിങ്ങളിൽ ആരെങ്കിലും റിപ്പീറ്റേഴ്സോ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള കമ്പാരിസൺ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആവും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പോസിറ്റീവും നെഗറ്റീവും ജെനുവിൻ ആയിട്ടൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഓഫ് കോഴ്സ് കമന്റ് സെക്ഷനിൽ ഫേക്ക് പബ്ലിസിറ്റി ആയിട്ട് വരുന്ന കമന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫേക്ക് ക്രിറ്റിസിസം ഉണ്ടാവും. ഒരു പരിധിവരെ നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ തോന്നുന്നതെല്ലാം ഞാൻ റിമൂവ് ചെയ്യും. അടുത്ത 2 ആഴ്ചത്തേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈ കമന്റ് സെക്ഷൻ ഞാൻ മോഡറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. 100% പെർഫെക്റ്റ് ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലൊരു വീഡിയോ ചെയ്തതാണ്. അതിൻ്റെയും വീഡിയോനെക്കാട്ടും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് അതിൻ്റെ കമന്റ് സെക്ഷനാണ്. ഈ വീഡിയോയുടെയും കമന്റ് സെക്ഷൻ അതുപോലെ ആക്കി മാറ്റണം എന്നാണ് ആഗ്രഹം. സോ നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ജെനുവിൻ ഒപ്പീനിയൻ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ ഉദ്ദേശിച്ച ഫ്ലാഗും പോയിന്റ് സിസ്റ്റം ഒക്കെ എന്താണെന്നുള്ളത് ആദ്യത്തെ ഒരു കാറ്റഗറി ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഈ 15 കാറ്റഗറിയും ഞാൻ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിലെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓവറോൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് കോച്ചിങ് സെൻറ്റേഴ്സിലെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിക്ക് ഒരുപാട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റഡി മെറ്റീരിയൽ മോസ്റ്റ് ഓഫ് ദ ടൈം അവിടുത്തെ തന്നെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവരത് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അത് പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളൊരു ചാപ്റ്റർ സ്റ്റാർട്ടിങ് ടു എൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് പരിചയം വരും. അതേപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജും അതിൽ നിന്ന് മുമ്പ് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെ നമുക്കൊരു ചാപ്റ്റർ പഠിക്കുമ്പം നമുക്ക് ആവശ്യമുള്ള ഫുൾ ഇൻഫർമേഷനും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രീൻ ഫ്ലാഗ്. ഒരിക്കലും നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ അത് കാണാനുള്ളൊരു ഭംഗി വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിലെ കളർ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത് വെച്ചിട്ടോ ആ രീതിയിലൊന്നും ജഡ്ജ് ചെയ്യരുത്. ഇതൊന്നും അൾട്ടിമേറ്റ്ലി നമ്മുടെ റിസൾട്ടിനെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. സോ മേക്ക് ഷുവർ യു ആർ ഫോക്കസിങ് ഓൺ ദ റൈറ്റ് തിങ്സ്. ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഗ്രീൻ ഫ്ലാഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 1 point +1 point. ഇനി എപ്പോഴാണ് സ്റ്റഡി മെറ്റീരിയലിന് റെഡ് ഫ്ലാഗ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഓൺലൈനാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് ആ കിട്ടുന്ന ഒരു സ്റ്റഡി ടാബ് ആയിരിക്കും. ആ ഇലക്ട്രോണിക് ഡിവൈസ് ആയിരിക്കും. ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അതിന് കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു എന്ന് പറയുന്നത് ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവൈസിന് ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ
അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റെക്ടിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുമ്പം സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു പ്രോമിസ് കൊടുക്കും. ഇന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്, അത് ഇന്ന ദിവസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് തരും എന്നൊരു പ്രോമിസ് കൊടുക്കും. ആ പ്രോമിസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അതേപോലെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് ഡിലേ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് -1 പോയിന്റ് ആണ്. ഓക്കെ, ഈ സ്കോറിംഗ് സിസ്റ്റം എല്ലാവരും ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഓരോ കാറ്റഗറി സ്കോർ ചെയ്തും കൂടെ പോവാം. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മുമ്പ് പഠിച്ച ഒരു സ്റ്റുഡന്റിനോട് തന്നെ ചോദിക്കണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമതൊരു കാറ്റഗറിയും കൂടെ വരും. ഞാൻ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ടാകത്തില്ല, വലിയ നെഗറ്റീവ്സും ഉണ്ടാകത്തില്ല. ആവശ്യത്തിനുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നടുക്കാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ് ആസ് 0 points. എൻ്റെ ഈ ഫ്ലാഗ് സിസ്റ്റവും പോയിന്റ് സിസ്റ്റവും ചെറുതായിട്ടൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൂടെ കഴിയുമ്പം ഔട്ട് ഓഫ് 18 ആണ് നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഒരു സംശയം വരണം, 15 കാറ്റഗറി ഉള്ളപ്പോൾ എങ്ങനെ ഈ 18 സ്കോർ വരുന്നത്? എല്ലാ കാറ്റഗറിയും നമുക്ക് ഈക്വൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് 3 കാര്യങ്ങൾക്ക് വളരെ ഹൈ പ്രയോറിറ്റി തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ കാറ്റഗറി വരുമ്പം അതിൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഗോൾഡൻ ഫ്ലാഗ് കൊടുക്കും. ഗോൾഡൻ ഫ്ലാഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് +2 points. ഇനി പോയിന്റ് സിസ്റ്റം ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഹോസ്റ്റൽ ഫെസിലിറ്റി. ഹോസ്റ്റലിനെ ബേസ് ചെയ്ത് ശരിക്കും 2 കാറ്റഗറി ഉണ്ട്. അതിലെ ഹോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കാര്യം സ്റ്റഡി മെറ്റീരിയൽ പോലെ തന്നെയാണ്, ഒരുപാട് സിഗ്നിഫിക്കൻസ് കൊടുക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ +1 +2 പഠിച്ചത് ആ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ ടോപ്പേഴ്സിന്റെ ഇടയിൽ തന്നെയാണ്. എൻ്റെ +1 ടൈമിലെ റൂം എന്ന് പറയുന്നത് ഒരു ഡോർമെറ്ററി സ്റ്റൈലായിരുന്നു. 12 പേരായിരുന്നു ഒരു റൂമിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് സ്പേസ് ഇല്ല, എന്നാൽ ഭയങ്കര ക്രാംഡും അല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ 12 പേർക്കായിട്ട് 2 ബാത്റൂം, ആ രീതിയിലാണ് പോയത്. +2 ആയപ്പോഴേക്കും നമ്മളെ ഹോസ്റ്റൽ വാർഡിന്റെ തൊട്ടടുത്തുള്ള ഒരു റൂമിലോട്ട് മാറ്റി. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 16 പേരായിരുന്നു റൂം. അത് വളരെ ക്രാംഡ് ആയിരുന്നു. ബെഡുകൾ എല്ലാം ഡബിൾ ഡെക്കർ ബെഡുകളാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെരിഞ്ഞ് മാത്രം നീങ്ങാൻ പറ്റുന്ന അത്ര സ്പേസ് ഒക്കെ ഉള്ളായിരുന്നു. ആ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ല, കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ആയിരുന്നു. സോ ആക്ച്വലി ഒരു ഐഡിയൽ ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസേ അല്ലായിരുന്നു. ബട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഹോസ്റ്റലിൽ നിന്ന് അടിപൊളി റിസൾട്ട് വന്നു. സോ ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും നിങ്ങളുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന വലിയ ഫാക്ടേഴ്സ് അല്ല. ഓക്കെ, അത് ആദ്യമേ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും എല്ലാ ഹോസ്റ്റലും ഒരേപോലെ ആയിരിക്കില്ല. എസ്പെഷ്യലി ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം, ഒരു 10,000 20,000 സ്റ്റുഡൻസ് ഒക്കെ സ്ട്രെങ്ത് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ ഹോസ്റ്റലും ഒരേ ക്വാളിറ്റി ആയിരിക്കില്ല. അവിടെ മാർക്കിനനുസരിച്ചും അങ്ങനെ എന്തെങ്കിലും ഒരു കട്ട് ഓഫും അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെച്ചാണ് ബെറ്റർ ഹോസ്റ്റൽസ് കിട്ടുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെന്ന് അന്വേഷിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരു ഐഡിയൽ ഹോസ്റ്റൽ സെറ്റപ്പ് എന്ന് പറയുമ്പം അധികം ക്രാംഡ് അല്ലാത്ത ഒരു ബെഡ്റൂം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി ഏരിയ ഉണ്ടാകണം. അത് സ്റ്റഡി ഹാളിലാകാം അല്ലെങ്കിൽ ബെഡ്റൂമിലാകാം, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ കുറച്ച് ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുണ്ടാകണം. പിന്നെ ആവശ്യത്തിന് ബാത്റൂംസിൻ്റെ എണ്ണം വേണം. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ബാത്റൂം ഫ്രീ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം പോകുന്നതൊക്കെ ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഹൈജീനിക് ആയിരിക്കണം, കൃത്യമായിട്ട് ക്ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണെങ്കിൽ ഇതൊക്കെ പോസിറ്റീവ്സ് ആണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ ഗ്രീൻ ഫ്ലാഗ്. നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്റ്റലിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഹാൾ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പേഴ്സണൽ സ്പേസ്, പഠിക്കാൻ ആവശ്യമുള്ള ഒരു പേഴ്സണൽ സ്പേസ് കിട്ടാത്ത പോലത്തെ സ്ഥലമാണെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി റെഡ് ഫ്ലാഗ്. അതേപോലെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഭയങ്കരമായ ചൂട്, ഭയങ്കര കൊതുകിൻ്റെ ശല്യം, അല്ലെങ്കിൽ ഭയങ്കര അൺഹൈജീനിക് ആണ്. ഹൈജീനിക് അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അസുഖങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾ റെഡ് ഫ്ലാഗ്. ഓക്കെ, സോ ഹോസ്റ്റലിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ലെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് നല്ല ഹോസ്റ്റൽ കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് അഡ്മിഷൻ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്റ്റൽ ശരിക്കും കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷനൊക്കെ എടുക്കുക. അടുത്ത കാറ്റഗറീസ് പ്രോമിസസ്. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 3 കാറ്റഗറീസിന് ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കണം. അതിലെ ഒരു കാര്യമാണ് പ്രോമിസസ്. നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ അഡ്മിഷൻ എടുക്കുമ്പം അവർ ഒരുപാട് പ്രോമിസുകൾ വരും. നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെ കുറിച്ചും, അതുപോലെ അക്കാഡമിക് സ്ട്രക്ചറിനെ കുറിച്ചും, റിവിഷൻ പ്ലാനിനെ കുറിച്ചും, ഫുഡിന്റെ കാര്യം, ഹോസ്റ്റലിന്റെ കാര്യം, ഇതൊക്കെ ഇനിഷ്യലി നിങ്ങൾക്കൊരു പ്രോമിസ് തരും. ഈ കിട്ടിയ പ്രോമിസ് ഒക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അവർ പറഞ്ഞ എല്ലാ പ്രോമിസുകളും അതുപോലെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ ഗോൾഡൻ ഫ്ലാഗ്. നിങ്ങളോടൊരു ആത്മാർത്ഥത ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനറ്റ് സൈൻ തന്നെയാണത്. ഇനി അതല്ല, നിങ്ങൾ പഠിച്ചു ഇറങ്ങിയപ്പോഴേക്കും നിങ്ങളെ അവർ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആണുള്ളതെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ റെഡ് ഫ്ലാഗ്. എഗെയിൻ, ഇത് ഫുള്ളായിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. സോ റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ
ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. നാലാമത്തെ കാറ്റഗറി പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്. നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 to 2 months കഴിയുമ്പോഴേക്കും അതുവരെയുള്ള നിങ്ങളുടെ ഒരു റിസൾട്ടും പെർഫോമൻസും വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ നിങ്ങളുടെ കോച്ചിങ് സെന്റേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ കിട്ടും. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിനെ ബേസ് ചെയ്ത് അവിടെ ടോപ്പേഴ്സ് ആകുന്നവരെ സെപ്പറേറ്റ് ബാച്ച് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരു സെഗ്രിഗേഷൻ നടത്തിയെന്ന് പറഞ്ഞത് പ്രശ്നമല്ല. അത് പ്രശ്നമാകുന്ന എപ്പോഴാന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ് കുറച്ച് പേരെ കണ്ടെത്തിയിട്ട് പിന്നെ അങ്ങോട്ട് അവർക്ക് മാത്രം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി റെഡ് ഫ്ലാഗ്. ഓക്കെ, ഇനി ഇതല്ല, ആദ്യത്തെ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ബാക്കിലോട്ട് കിടക്കുന്ന സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ള ഒരു സ്പെഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകളോ എക്സാംസോ ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള സെഷൻസോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗ്രീൻ ഫ്ലാഗ്. സോ നിങ്ങളെ മാർക്കിൻ്റെ ബേസിസിൽ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അതൊരു ടോക്സിക് രീതിയിലാണെങ്കിൽ മാത്രമാണ് കുഴപ്പമാകുന്നത്. അടുത്തത് ടീച്ചേഴ്സ്. ഒബ്വിയസ്ലി ടീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഈ വർഷത്തെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പം നല്ല ടീച്ചേഴ്സിൻ്റെ റോള് കുറച്ചും കൂടെ കൂടിയിരിക്കുകയാണ്. എല്ലാ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നല്ല ടീച്ചേഴ്സ് കാണും, നല്ല സബ്ജക്ട് ക്ലാരിറ്റി ഉള്ള ടീച്ചേഴ്സ് തന്നെ ഉണ്ടാവും. സോ ഹൗ വിൽ വി ജഡ്ജ് ദം? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ക്ലാസ് ടൈം. ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ കൺസെപ്റ്റ്സ് ആൻഡ് തിയറി ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാണ് പോകുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമാണ്. അങ്ങനെ ക്ലാസ്സിൽ വെച്ച് തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതുപോലെ ലെങ്തി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഒന്നിലധികം വഴികളുണ്ടാവും. അപ്പം ആ രീതിയിലൊക്കെ നിങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രീൻ ഫ്ലാഗ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ബൗണ്ട് ആയിട്ട് ക്ലാസ് എടുത്ത് തീർക്കുക എന്നുള്ളത്. മിക്ക റിപ്പീറ്റർ കോഴ്സിലും ഒരു 6 months കൊണ്ട് നിങ്ങളുടെ ക്ലാസ് എല്ലാം എടുത്ത് തീർക്കണം, എങ്കിൽ മാത്രമേ റിവിഷൻ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അനാവശ്യമായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ ക്ലാസ് കറക്റ്റായിട്ട് എടുത്തു പോകുന്ന ടീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ടീച്ചേഴ്സ് അപ്രോച്ചബിൾ ആയിരിക്കണം, പക്ഷെ കുറച്ച് സ്ട്രിക്റ്റും ആയിരിക്കണം. നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വില്ലിംഗ് ആയിട്ടുള്ള, അതിനോടൊരു താല്പര്യം കാണിക്കുന്ന ടീച്ചേഴ്സ് എന്തായാലും വേണം. പക്ഷെ ഒരുപാട് നിങ്ങളോട് ഫ്രണ്ട്ലി ആകാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചർ ആകുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലെ ഡിസിപ്ലിൻ നഷ്ടപ്പെടും. അതും അൾട്ടിമേറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന സമയത്തെയാണ് ബാധിക്കുന്നത്. സോ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചബിൾ ആയിട്ടുള്ള ടീച്ചറും ആകണം. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രീൻ ഫ്ലാഗ്. അപ്പോൾ പിന്നെ ആർക്കാണ് നമ്മൾ റെഡ് ഫ്ലാഗ് കൊടുക്കുക? പ്യുവർലി സ്റ്റുഡൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ ഹാപ്പി ആക്കി വെക്കുക, അവരെക്കുറിച്ച് കുട്ടികളുടെ ഇടയിൽ ഒരു നല്ല അഭിപ്രായം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഫോർ എക്സാമ്പിൾ, ഒരു 1 hour ക്ലാസ്സിൽ ഒരു 15 minute തമാശ പറഞ്ഞും 15 minute ഒരു മോട്ടിവേഷൻ അടിച്ചും ബാക്കി അരമണിക്കൂറെ ക്ലാസ് ഉള്ളെങ്കിൽ അവസാനം നിങ്ങളുടെ പോർഷൻസ് കറക്റ്റ് സമയത്ത് തീരില്ല, അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടി മെയിൻ കോൺസെപ്റ്റ്സ് ഒക്കെ ഓടിച്ച് വിട്ട് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തില്ല. അതുപോലുള്ള ടീച്ചേഴ്സ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളെ മാത്രം ജഡ്ജ് ചെയ്ത് തീരുമാനം എടുക്കരുത്. ഇതോടൊപ്പം പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കാണിക്കുന്ന ടീച്ചേഴ്സും മാത്രം നല്ല കാര്യമല്ല. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ ഒരു ശ്രമമെങ്കിലും നടത്തുന്ന ടീച്ചേഴ്സ് വേണമെന്നാണ്. അതേപോലെ നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിച്ചു ചെല്ലുമ്പം ഒരു താല്പര്യം കാണിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി വിടുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ദീസ് ആർ ഓൾ റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ടീച്ചേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്. ടോക്സിക് മോട്ടിവേഷൻ ഉണ്ട്, ജെനുവിൻ മോട്ടിവേഷൻ ഉണ്ട്. എന്താണ് ടോക്സിക് മോട്ടിവേഷൻ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് ചെല്ലുമ്പം അത് കുഴപ്പമില്ലടാ, അത് ശരിയായിക്കോളും എന്ന രീതിയിൽ മാത്രമുള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ കഥ പറഞ്ഞ് വിടുന്ന ഒരു രീതിയാണെങ്കിൽ ദാറ്റ് ഈസ് ടോക്സിക് മോട്ടിവേഷൻ. ഇതൊക്കെ ഇടയ്ക്ക് ആവശ്യം വരും, ബട്ട് ഇത് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ഇതുപോലെ ടോക്സിക് മോട്ടിവേഷൻ മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. ഇനി ഇതല്ല, നിങ്ങളൊരു പ്രോബ്ലം ആയിട്ട് അവരുടെ അടുത്ത് തന്നു, അവർ അതിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി അതിന് പറ്റുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജെനുവിൻ മോട്ടിവേഷൻ. ആ ഒരു സൊല്യൂഷൻ വർക്ക് ചെയ്യണമെന്ന് 100% നിർബന്ധമില്ല, ബട്ട് ദാറ്റ് ഷോസ് ദേ കെയർ. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങളെപ്പോലെ തന്നെ അവരും കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുമ്പം ദാറ്റ് ഈസ് ജെനുവിൻ മോട്ടിവേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. ഈ കാര്യവും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിക്കുക ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്. അടുത്ത കാറ്റഗറി ഹോസ്റ്റൽ ഡിസിപ്ലിൻ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും ഹോസ്റ്റൽ ഡിസിപ്ലിൻ. നല്ല ഹോസ്റ്റൽ ഡിസിപ്ലിൻ വേണമെങ്കിൽ അതിനാവശ്യമുള്ള കാര്യം ഒരു ജെനുവിൻ ആയിട്ടുള്ള വാർഡനാണ്. എൻ്റെ കാര്യത്തിൽ +1 +2 റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴും ഒക്കെ ജെനുവിൻ ആയിട്ടുള്ള വാർഡൻസ് ഉണ്ടായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പം ടീച്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ഒരു കടപ്പാട് തോന്നിയത് അവരോടായിരുന്നു. സോ ദേ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ പ്രിപ്പറേഷൻ ജേർണി. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി ടൈം ഹോസ്റ്റൽ ഉണ്ടായിരിക്കണം. ആ സ്റ്റഡി ടൈം ആവുമ്പം അവിടെ പഠനം അല്ലാതെ വേറെ ഒരു ബഹളവും വേറെ ഒരു ഡിസ്റ്റർബൻസുകളും ഉണ്ടാകാൻ പാടില്ല.
അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രേക്ക് ടൈമിൽ നിങ്ങളെ ശരിക്കും റിലാക്സ് ചെയ്യാൻ സമ്മതിക്കുകയും വേണം. ഇങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു വാർഡൻ വേണം. അതുപോലെ റെഗുലർ ആയിട്ടുള്ള ഹോസ്റ്റൽ വിസിറ്റ്സ്, അത് ചിലപ്പം ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടേഴ്സ് ആകാം. അവർ റെഗുലറായിട്ട് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വാർഡൻ അവിടെ വല്ലപ്പോഴും ഒക്കെ കാണും, പ്രത്യേകിച്ച് ഡിസിപ്ലിൻ ഒന്നുമില്ല, ഉഴപ്പേണ്ടവർക്ക് ഉഴപ്പാം. അങ്ങനെ ഒരു എൻവയൺമെന്റ് ആണെങ്കിൽ അവിടെ ജെനുവിനായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ച് പോകുന്ന ഒരാൾക്ക് പോലും പഠിക്കാൻ പറ്റാതെ ആയിപ്പോകും. അപ്പം അവിടുന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. ആൻഡ് അഗെയിൻ ഇതൊക്കെ സമയം ഒരുപാട് വേസ്റ്റ് ആക്കും. അതേപോലെ നിങ്ങളുടെ ബ്രേക്ക് ടൈം, സ്റ്റഡി ടൈം, ഇതിൻ്റെയൊക്കെ ഒരു പങ്ക്ച്വാലിറ്റിയും കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾ എ റെഡ് ഫ്ലാഗ്. അടുത്ത കാറ്റഗറി ആപ്പിൻ്റെ ക്വാളിറ്റി. നിങ്ങൾ ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഹൈബ്രിഡ് സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളുടെ ഓൺലൈൻ ആപ്പ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഇതിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം ഒരു സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആപ്പ് മാത്രമാണ്. വിഷ്വലി അട്രാക്റ്റീവ് ആകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പലപ്പോഴും കുറേ ഗ്രാഫിക്സും ആനിമേഷനൊക്കെ ഉള്ള ഒരു ആപ്പ് സ്റ്റക്ക് ആകാനുള്ള ചാൻസ് കൂടുകയാണ്. സോ അത് നിങ്ങൾ നോക്കണ്ട. പക്ഷേ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഈ ആപ്പ് കാരണം നിങ്ങൾ പഠിക്കുന്ന സമയം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളെ പഠിക്കാനും അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്ലസ് പോയിന്റ്. ലീഡർ ബോർഡും അച്ചീവ്മെന്റ്സും ഇതുപോലെ ഒരു ഗെയിമിഫിക്കേഷൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ആപ്പിൽ ആവശ്യമുള്ളൊരു കാര്യമാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അതും വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് എ ഗ്രീൻ ഫ്ലാഗ്. ഇനി നിങ്ങൾ അന്വേഷിക്കുമ്പം ഇതുപോലെയൊന്നുമല്ല, ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവും, ഈ ആപ്പിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ക്ലാസ് ക്യാൻസൽ ആയി പോകുന്നുണ്ട്, അതേപോലെ ആപ്പിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി കുറവാണ്. ഫോർ എക്സാമ്പിൾ അതിലെ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ലെവലൊക്കെ കുറവാണ്, സ്റ്റഡി മെറ്റീരിയലിന് വലിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ ദീസ് ആർ ഓൾ റെഡ് ഫ്ലാഗ്സ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാറ്റഗറി തന്നെയാണ് റിസൾട്ട്സ്, അതും ജെനുവിൻ റിസൾട്ട്. നിങ്ങൾക്കറിയാം അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റുഡൻറ്റ് ഒന്നിലധികം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് MBBS ഇവിടുന്ന് നേടി എന്നുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ മാത്രം കണ്ട് ബ്ലൈൻഡ് ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കരുത്, അതിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. ഓവറോൾ റിസൾട്ടിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ക്ലിയർ നമ്പർ 1 ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവരെല്ലാ വർഷവും ഒരു ടോപ്പ് 1000 വരുന്ന കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് അടക്കം മാർക്കറ്റ് ചെയ്യാറുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ചെന്നാൽ നമുക്ക് കാണാനും പറ്റും. അതുപോലെ ഒരു ട്രാൻസ്പെറൻസി നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കഴിഞ്ഞ വർഷം 100 സ്റ്റുഡൻസിന് MBBS അഡ്മിഷൻ കിട്ടിയെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവരോട് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളെ കാണിക്കാൻ പറ്റണം. ഇവരൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണോ കയറിയത്, പ്രൈവറ്റിലാണോ കയറിയത്, അതോ ഇനി MBBS എബ്രോഡ് എന്നുള്ള രീതിയിൽ പോയവരാണോ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള നമ്പറാണോ ഇതെന്നൊക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ കറക്റ്റായിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് അവിടെ മുമ്പ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് തന്നെയാണ്. അവരുടെയൊക്കെ ക്ലാസ്സിൽ എത്ര പേർക്ക് കിട്ടിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണോ എന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നമ്മുടെ കേരള റാങ്കിലെ ഒരു ടോപ്പ് 1000-ൽ എത്ര സ്റ്റുഡൻസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു എന്നുള്ള കാര്യം നോക്കാം. ടോപ്പ് 1000-ന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഈ ഒരേ ആൾ തന്നെ പല സ്ഥലത്ത് കാണുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പെർ 100 സ്റ്റുഡൻസിൽ എത്ര പേർക്ക് MBBS കിട്ടി എന്നുള്ള ആ ഒരു നമ്പർ എടുത്ത് ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ മേ ബി ദാറ്റ് ക്യാൻ ഹെൽപ്പ്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10 പേർക്ക് MBBS കിട്ടിയുള്ളൂ, പക്ഷേ അവിടെ ആകെ 100 പേരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ 10% ക്ലിയറൻസ് റേറ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. ഇനി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100 പേർക്ക് MBBS അഡ്മിഷൻ കിട്ടിയെന്നായിരിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലായി അവിടെ 10,000 പേര് പഠിച്ചായിരുന്നു. അങ്ങനെ നോക്കുമ്പം 1% ക്ലിയറൻസ് റേറ്റ് ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് റിയലി എ ഗുഡ് റിസൾട്ട്. സോ ഈ രീതിയിലൊരു കാൽക്കുലേഷൻ പോസിബിൾ ആണെങ്കിൽ അത് ചെയ്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഈ വർഷം അവർ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് എക്സ്പാൻഡ് ചെയ്താൽ ഉറപ്പായിട്ട് അവിടെ ക്വാളിറ്റി ഡ്രോപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നിങ്ങൾ അന്വേഷിച്ച് വരുമ്പം റിസൾട്ടിന്റെ കാര്യത്തിൽ 100% ട്രാൻസ്പെറൻസി ഉണ്ട്, ഫേക്ക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, ക്ലിയറൻസ് റേറ്റ് ഒരു 10%-ന്റെ ഒക്കെ അടുത്തുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. ഇനി ഇങ്ങനെയല്ല, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് അവർക്കുള്ള റിസൾട്ടിനെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ റെഡ് ഫ്ലാഗ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടോപ്പ് റാങ്ക് വന്നവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കുറച്ചൊന്ന് ഇൻഡെപ്ത് ആയിട്ട് അന്വേഷിച്ചാൽ മതി. ആ കുട്ടികളൊക്കെ ശരിക്കും അവിടെ തന്നെ ഫുൾ ടൈം പഠിച്ചവരാണോ, അതോ ജസ്റ്റ് അവസാനം ഏതൊരു എക്സാം സീരീസിന് സബ്സ്ക്രൈബ് ചെയ്തവരോ, അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽ മേടിച്ചവരോ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് മന്ത് ക്രാഷ് പോലെ എന്തെങ്കിലും ചെയ്തവർ മാത്രമാണെങ്കിൽ ദെൻ ഫുൾ ക്രെഡിറ്റ് അവരെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രീതിയിലും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക.
സോ ബേസിക്കലി ഈ മാർക്കറ്റിങ്ങിൽ കാണുന്ന റിസൾട്ടിൻ്റെ നമ്പർ മാത്രം വിശ്വസിച്ച് പോയി അഡ്മിഷൻ എടുക്കാതിരിക്കുക. കുറച്ചൊന്ന് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് റീസർച്ച് ചെയ്ത് നോക്കണം. അടുത്ത പോയിന്റ് പേഴ്സണൽ അറ്റൻഷനാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ ഫാക്ടറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് എന്നുള്ളത്. ഒരുപാട് പേഴ്സണൽ അറ്റൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണോ കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോഴും അതുപോലെ ഇനിഷ്യൽ ഒരു മന്തിലൊക്കെ ഉള്ളൊരു ഇൻട്രാക്ഷനിൽ നിങ്ങളോട് കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റും നിങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ടും ഉണ്ടാവും. ആ സെയിം ലെവൽ ഓഫ് സപ്പോർട്ട് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കുക. അത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്, ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. ആദ്യത്തെ 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും മേ ബി നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അക്കാഡമിക്കലി കുറച്ച് ബാക്കോട്ടൊക്കെ പോകുമ്പം അതിനനുസരിച്ച് അവരുടെ സപ്പോർട്ടും കുറയുന്ന ഒരവസ്ഥയാണ്. അങ്ങോട്ട് പോകും തോറും അവരെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്നു. തുടക്കത്തിൽ കാണിച്ച ഒരു എന്തൂസിയാസം ഒന്നും കുറച്ച് കഴിയുമ്പം ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. അടുത്ത പോയിന്റ് റിവിഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ റിവിഷൻ പ്ലാൻ. അഗെയിൻ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി. നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ളൊരു മെയിൻ ഫാക്ടർ തന്നെയാണിത്. ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലെ 3ാമത്തെ കാര്യം ഈ റിവിഷൻ പ്ലാൻ ആണ്. ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോഴേ അവിടുത്തെ റിവിഷൻ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വർഷത്തെ റിവിഷൻ പ്ലാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റണം. ഓക്കെ, റിവിഷൻ പ്ലാനും അക്കാഡമിക് പ്ലാനും ഒക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് മുമ്പേ തന്നെ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട സാധനങ്ങളാണ്. അല്ലാതെ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പിന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട കാര്യമല്ല റിവിഷൻ പ്ലാൻ. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കുട്ടികളോട് ചോദിക്കുക, ഈ റിവിഷൻ പ്ലാൻ അവർ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോ, റെഗുലറായിട്ട് എക്സാംസ് നടത്തിയോ, അതുപോലെ നിങ്ങൾക്ക് തന്ന ഷെഡ്യൂൾ അതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തോ, ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് ക്യാൻസലൊക്കെ ആകാതെ എല്ലാ എക്സാംസും കൃത്യമായിട്ട് നടന്നോ. പിന്നെ ഈ റിവിഷൻ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ചില ടോപ്പിക്സിനൊക്കെ കോമൺ ആയിട്ട് ഡിഫിക്കൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ടോപ്പിക്സിനുള്ള ക്വിക്ക് റിവിഷൻ സെഷൻസ് ഒക്കെ നടത്തുന്നുണ്ടോ. അതേപോലെ ഈ റിവിഷൻ ഫേസിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു റിവിഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഡെഫിനിറ്റ് ഗോൾഡൻ ഫ്ലാഗ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നുമല്ല, ഒരു ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ റിവിഷൻ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എക്സാംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. എല്ലാ പോർഷൻസും കവർ ആകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല. ഈ റിവിഷൻ ഫേസിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ്. അടുത്ത എൻ്റെ ഫേവറേറ്റ് കാറ്റഗറിയാണ് ഫുഡ്. ആദ്യമേ പറയാം, ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഫുഡിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. അങ്ങനെ വിചാരിച്ച് തന്നെ പോയാൽ മതി. നിങ്ങൾ ആകെ നോക്കേണ്ട കാര്യം ഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണോ കിട്ടുന്നത്, അതുപോലെ ഫുഡ് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെയാണോ എല്ലാ ദിവസവും കിട്ടുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നോക്കാനുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമ്മുടെ ഡയറ്റിൽ ഒരു ഇത്ര % പ്രോട്ടീൻ, ഇത്ര % കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഫൈബർ, വിറ്റമിൻസ്, മിനറൽസിൻ്റെ ഒക്കെ ഒരു ഐഡിയൽ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് അല്ലെങ്കിൽ മെസ് ഫീസൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പം അത് പ്രാക്ടിക്കലായിരിക്കില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ ഫുഡിൻ്റെ ഷെഡ്യൂളും മാക്സിമം പങ്ക്ച്വൽ ആണോ എന്നുള്ള കാര്യം നോക്കണം. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയുന്ന ഒരു അവസ്ഥ അധികം ഉണ്ടാകരുത്. ഇനി റെഡ് ഫ്ലാഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫുഡ് പോയ്സണിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ ബിഗ് റെഡ് ഫ്ലാഗ്. 1 or 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. കാരണം ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് അതിൽ. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെയിം പ്രോബ്ലംസ് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദി അതോറിറ്റി അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡസൻ കെയർ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ ബിഗ് റെഡ് ഫ്ലാഗ്. അടുത്ത പോയിന്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അവർ മാർക്കറ്റ് ചെയ്യുമ്പം അവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയും. അത് ഇംപ്ലിമെൻറ്റഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഇൻ തിയറി ആ ഒരു ഫീച്ചർ ഭയങ്കര നല്ലതായിരിക്കും, ബട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഹൈബ്രിഡ് സിസ്റ്റം ഇപ്പോൾ വളരെ പോപ്പുലറാണ്. അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. കാരണം ഓൺലൈൻ കോച്ചിങ്ങിൻ്റെയും ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് പോസിറ്റീവ്സിനെ കമ്പൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. മിക്ക ഹൈബ്രിഡ് സിസ്റ്റത്തിലും ആദ്യം ഓൺലൈനായിട്ട് ഒരു റെക്കോർഡഡ് ക്ലാസ് ആണ് കാണുന്നത്. അതിനുശേഷം ഓഫ്ലൈനായിട്ടും അല്ലെങ്കിൽ ലൈവ് ക്ലാസ് പിന്നീടാണ് എടുക്കുന്നത്. ഈ റെക്കോർഡഡ് ക്ലാസ് കാണേണ്ട സമയത്ത് നിങ്ങൾ ആക്റ്റീവായിട്ട് ക്ലാസ് കാണുന്നുണ്ട്,
മനസ്സിലാക്കുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാനൊരു സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആകും, നിങ്ങൾക്ക് കുറേ പെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ കുറേ ബാക്കോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റമുള്ള ക്യാമ്പസിലാണെങ്കിൽ അവിടുത്തെ ആ ഒരു റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ടൈം നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനൊരു സിസ്റ്റം അവിടെ വേണം. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് അത് കണ്ടോളുമെന്ന് വിചാരിച്ച് വിടുമ്പം അത് കുറച്ച് റിസ്ക്കിയാണ്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് കാണണം എന്നുള്ളത്. ബട്ട് അത് എൻഷുർ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അതാണ് ഞാൻ ഇംപ്ലിമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവിടുത്തെ സിസ്റ്റം കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. ഇനി അതല്ല, ഇവർ ഈ പറയുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ, ഇൻ പ്രാക്ടീസ് അതിന് ഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. ഇതും അവിടെ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അടുത്ത പോയിന്റ് അക്കാഡമിക് പ്ലാൻ ആണ്. ബേസിക്കലി നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പം ആ ഒരു വർഷത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കാഡമിക് പ്ലാൻ അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ഇനി അങ്ങനെ പറഞ്ഞു തരുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പം റെഡി ആയിട്ട് അപ്പം തന്നെ പറയാൻ പറ്റണം. അല്ലാതെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം അത് നിങ്ങളെ അറിയിച്ചോളാം എന്നൊരു ആൻസർ ആണെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. ഇനി അതല്ല, കറക്റ്റായിട്ടൊരു അക്കാഡമിക് പ്ലാൻ നിങ്ങൾക്ക് തുടക്കത്തിലേ തന്നു, പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് മുൻ വർഷങ്ങളിൽ പഠിച്ച പിള്ളേരോട് ചോദിക്കുക, ആ അക്കാഡമിക് പ്ലാൻ അവർ കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തോ, റിവിഷനൊക്കെ ആവശ്യത്തിന് സമയം കിട്ടിയോ. അതുപോലെ നിങ്ങളുടെ ഒരു കോച്ചിങ് ജേർണിയിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് എക്സ്പെക്റ്റഡ് ആണ്. അതൊരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അക്കാഡമിക് പ്ലാൻ കാണുമ്പോൾ മനസ്സിലാകും. ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഭയങ്കര ഹെക്റ്റിക് പ്ലാൻ ആണെങ്കിലും ദാറ്റ് മേ നെഗറ്റീവ്ലി എഫക്റ്റീവ്. ഇടയ്ക്ക് റിക്വയർഡ് ആയിട്ടുള്ള ബ്രേക്കുകളുണ്ട്, അല്ലെങ്കിൽ ഒരു കൂൾ ഓഫ് പീരീഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. നമ്മുടെ ഫൈനൽ കാറ്റഗറി എക്സാം ക്വാളിറ്റി ആൻഡ് സ്ട്രക്ചറാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് റെഗുലർ ആയിട്ടുള്ള എക്സാംസ് നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഫ്രം ദ ബിഗിനിങ്, ആദ്യത്തെ ഒരു 2 വീക്സിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത് തൊട്ട് റെഗുലറായിട്ട് കൃത്യമായ സമയത്ത് എക്സാംസ് നടന്ന് പോകണം. അതൊരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ചില സ്ഥലത്തൊക്കെ ഡെയിലി എക്സാംസ് ഉണ്ട്. ഡെയിലി എക്സാംസ് ആവശ്യമുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീക്കിലി ഒരൊറ്റ എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ കറക്റ്റായിട്ട് റെഗുലറായിട്ട് നടത്തും. ഒരു പ്രീവിയസ് വീക്കിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുള്ള ഒരു വീക്കിലി എക്സാം. അങ്ങനെ ആയിരുന്നതുകൊണ്ട് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. ഇനി ഇൻ കേസ് ഒരു എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും അതൊന്ന് പ്രോസസ്സ് ചെയ്യാനും ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ആ എക്സാമും അതിൻ്റെ റിസൾട്ടിനും ഒരു സിഗ്നിഫിക്കൻസ്, ഒരു വാല്യൂ നമുക്ക് തോന്നുമായിരുന്നു. ഡെയിലി എക്സാംസും അതിൻ്റെ റാങ്ക് പബ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, തുടക്കത്തിൽ ഒന്ന് ബാക്കോട്ട് പോകുന്ന ഒരാൾക്ക് റിക്കവർ ചെയ്ത് വരാൻ കുറച്ചും കൂടെ പാടാണ്. ആ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യാൻ കുറച്ചുകൂടെ പാടായിരിക്കും. നമ്മൾ കുറച്ച് ബാക്കിലാന്ന് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും അതൊരു നെഗറ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ഫസ്റ്റ് 6 മന്ത്സിൻ്റെ കാര്യമാണ്. ലാസ്റ്റ് റിവിഷൻ ഫേസ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ അടുപ്പിച്ച് തന്നെ എക്സാംസ് എഴുതണം, അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം സോ എക്സാം ക്വാളിറ്റിക്ക് നമുക്ക് എപ്പോഴാണ് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാൻ പറ്റുക? സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീക്കിലി എക്സാംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന, എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും കവർ ചെയ്യുന്ന, അവർ പ്ലാൻ ചെയ്ത് സമയം എടുത്തുണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അതേപോലെ റിസൾട്ട് പബ്ലിക്കേഷൻ ഓൺ ടൈം ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അന്വേഷിച്ചപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എക്സാംസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ബട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നുമില്ല, അത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അവർ നമ്മളോട് പറയും. അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ്. കാരണം ദേ ആർ മിസ്സിങ് ദ പോയിന്റ്. എക്സാമിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ റിസൾട്ട്. ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേഷൻ ഉള്ളിലുണ്ടാവും. അപ്പോൾ റെഗുലറായിട്ട് ഇന്ന സമയത്താണ് എല്ലാ പ്രാവശ്യവും റിസൾട്ട് വരുന്നതെങ്കിൽ നമുക്ക് ആ ആങ്സൈറ്റി കാരണം സമയം നഷ്ടപ്പെടത്തില്ല. ഇനി അതല്ല എപ്പോഴാണ് റിസൾട്ട് വരിക എന്ന് കാത്തിരുന്ന് ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഡിസ്ട്രാക്ഷനായിട്ട് മാറാൻ അവിടെ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ ചെയ്ത എക്സാം ഒരെണ്ണം പോലും ക്യാൻസൽ ആകാതെ പോകുന്നത്. അതുപോലെ പോസ്റ്റ് എക്സാം ഒരു ഡിസ്കഷൻ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ദീസ് ആർ ഓൾ ഗ്രീൻ ഫ്ലാഗ്സ്. ഇനി ഇങ്ങനെയൊന്നുമല്ല, റെഗുലറായിട്ടുള്ള എക്സാംസ് നടക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, റിസൾട്ട് വരുന്നത് തോന്നുന്ന സമയത്താണ്, പിന്നെ എക്സാമിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭയങ്കര സിമ്പിളായി പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽറ്റി കൂടിയല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രം എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സാം നടത്തുകയാണെങ്കിൽ ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് കാറ്റഗറിയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അർത്ഥം അത് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടില്ല എന്നാണ്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്, ഒരു ബാലൻസ് ഇല്ലാതെ വരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. സോ നമ്മൾ 15 കാറ്റഗറിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പോയിന്റ്സ് എല്ലാം കവറായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പക്ക കോംപ്രിഹെൻസീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല,
ബട്ട് സ്റ്റിൽ നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡിസിഷനിലോട്ട് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ച് തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഇൻ കേസ് ഈ വീഡിയോയ്ക്ക് കുറച്ച് ട്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഓർക്കണം, ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഫേക്ക് കമൻറ്റ്സ്. അത് ഞാൻ പറ്റുന്നത്ര മോഡറേറ്റ് ചെയ്യാൻ നോക്കാം. ഫേക്കാൻ തോന്നുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് യൂഷ്വലി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. കമൻറ്റ് സെക്ഷൻ ആണെങ്കിലും ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയെന്ന് അറിയാം, ബട്ട് ഇതിലെ ഒരു പോയിന്റും സ്കിപ്പ് ചെയ്യാനും തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു പോയത്. ഇനി നിങ്ങളുടെ സമയം കളയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.